how do we solve differential equations? See, differential equations in the solutions കണ്ടുപിടിക്കുന്ന methods ആണ് നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത്. അതിനകത്താണ് കുറേയധികം different types differential equation നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ I'll first list out, I'll broadly classify it first. Okay. നമ്മൾ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് സൈഡിൽ അപ്ലൈ ചെയ്യുന്ന ക്ലാസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ, ഇതാണ് നമ്മൾ കൂടുതലും കാണുക. സെക്കൻഡ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ എപ്പോഴും കൂടുതൽ കാണുക, റൈറ്റ്? ഈ ഫസ്റ്റ് ഓർഡറിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് എക്സാമ്പിൾ dy/dx plus py equal to q, where p and q may be functions of x, may be functions of x. ഓക്കെ, ഇത് ഒരുപാട് കാണുന്ന ഒരു ടൈപ്പ് ഇക്വേഷൻ ആണ്. നമ്മൾ ഒരു ഫസ്റ്റ് ഓർഡർ RL സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു മേ ബി സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അതുപോലെ RL സർക്യൂട്ട്, RC സർക്യൂട്ട് ഒക്കെ സർക്യൂട്ട് ബ്രാഞ്ചുകൾ പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതെല്ലാം പല എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിലും നിങ്ങൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കാണും. അപ്പൊ അതിന്റെ സൊല്യൂഷൻസ് കാണുന്ന മെത്തേഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ എഴുതാം. Maybe m into d square y by dx square plus let us say b into ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തോന്നുള്ളൂ dy by dx plus k times y equal to f of x ആണ് വെച്ചുള്ളൂ. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇതിനകത്ത് ഈ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് കാണാൻ ചിലതിലൊന്നും പറ്റുന്നില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ പ്രാക്ടിക്കലി ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ കാണാനുള്ള മെത്തഡോളജീസ് നമ്മൾ ശരിക്കും എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് മാത്സിൽ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ടോപ്പിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അത് ആക്ച്വലി ഗേറ്റിനും അസിസ്റ്റന്റ് പ്രൊഫസറിനും ഒന്നും പലർക്കും ഇല്ല. ഓൺലി ഗേറ്റ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ സ്റ്റുഡൻസ് നീഡ് ദാറ്റ് ടോപ്പിക്, ന്യൂമറിക്കൽ മെത്തേഡ്സ്. ആദ്യം നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇല്ല. അപ്പൊ ന്യൂമറിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ചിലതൊക്കെ കണ്ടുപിടിക്കുക. കാരണം അനലിറ്റിക്കലി സൊല്യൂഷനിൽ എത്താൻ പോലും പലപ്പോഴും പറ്റില്ല, റൈറ്റ്? അതില് ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സി ഇഫ് ഐ ടേക്ക് ദ വേരിയബിൾ, ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാനത് ടൈം ആയിട്ട് ഒന്ന് മാറ്റുന്നു. ഓക്കെ, ടൈം ആക്കി മാറ്റി എനിക്ക് വേറെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഐ ടേക്ക് ദിസ് as t. സോ dy/dt ആക്കി d square by dt square ആക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ d square by dt square, ഇഫ് y is representing a displacement, ആക്ച്വലി d square by dt square എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആക്സിലറേഷൻ ആയിരിക്കും, റൈറ്റ്? ഒരു ആക്സിലറേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ m ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ച്വലി റെപ്രസെന്റിങ് എ ഫോഴ്സ്, റൈറ്റ്? ഇറ്റ് വിൽ ബി ആക്ച്വലി റെപ്രസെന്റിങ് എ ഫോഴ്സ്. ഇവിടെയുള്ള ടേം ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതൊരു മാസ് ആയിരിക്കും. ഇഫക്റ്റീവ്ലി അതൊരു മാസ് ആയിരിക്കും. സിമിലർലി dy/dt, ഇപ്പൊ d square by dt square റെപ്രസെന്റ് ചെയ്യുന്ന ആക്സിലറേഷൻ ആണെങ്കിൽ dy/dt റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനായിരിക്കും? dy/dt will be representing velocity, അല്ലേ? സോ ദിസ് ഇസ് വെലോസിറ്റി. അപ്പം വെലോസിറ്റി ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് വരുന്ന ഫോഴ്സ് ആണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ഫോഴ്സ് ആയിരിക്കും? b എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു സംതിങ് ഇസ് എ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ആ b എന്ത് ടൈപ്പ് ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചേക്കണം? It's not impulse, velocity, moment അല്ല, ആക്ച്വലി ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഒരു അല്ലെങ്കിൽ ഡാമ്പിംഗ് ഇഫക്റ്റിന്റെ ഒരു ടേം ആണത്. ഐ മീൻ ഫ്രിക്ഷണൽ മെക്കാനിക്കൽ ആൻഡ് നോൺ സർക്യൂട്ട് ബ്രാഞ്ചസിന് ഈ ആക്ച്വലി ഇതിലെ എല്ലാത്തിനും അനലോഗസ് ആയിട്ട് സർക്യൂട്ട് ബ്രാഞ്ചിലും ഉണ്ട്, നോൺ സർക്യൂട്ട് ബ്രാഞ്ചിലും ഉണ്ട്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ആണ് ആക്ച്വലി എന്ത് ഈ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫോഴ്സ്. വെലോസിറ്റി ഇൻറ്റു വരുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന്. അതേപോലെ ഡാമ്പിംഗ് ഇൻ ദ കേസ് ഓഫ് സർക്യൂട്ട് ബ്രാഞ്ചസ്. ഇനി ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള കേസ് നിങ്ങൾക്ക് അറിയാം, ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു എ കോൺസ്റ്റന്റ് ആയിരിക്കും ഇലാസ്റ്റിസിറ്റി, കറക്റ്റ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള കേസ് ഇവിടെ ഇതെല്ലാം ഫോഴ്സസ് ആണ്. ടോട്ടൽ ഫോഴ്സ്. ഇങ്ങനെയുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണെങ്കിൽ, അതായത് ഡെറിവേറ്റീവ്സിന്റെ കൂടെയുള്ള ടേംസ് കോൺസ്റ്റന്റ്, അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യൽ കുറച്ച് എളുപ്പമാണ്, റിലേറ്റീവ്ലി ഈസിയാണ്. ബട്ട് ഇഫ് ദീസ് ടേംസ് ആർ ആക്ച്വലി നോട്ട് കോൺസ്റ്റന്റ്സ്, ദ സൊല്യൂഷൻ ഇസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ബട്ട് ഇൻ അവർ കേസ് നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത്
കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പൊ ഈ രണ്ട് ക്ലാസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിക്കും സോൾവ് ചെയ്യാൻ. ഇത് കൂടാതെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടെ നമ്മൾ പഠിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ലീനിയർ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലീനിയർ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d raised to 4 by d by dt raised to 4 plus 3 into d cube y by dt cube plus 2 into d square y by dt square plus 3y equal to, let us say, 4 into x. നിങ്ങൾക്കറിയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണോ? യെസ്, ലീനിയർ ആണ് അല്ലേ? ഇസ് ഇറ്റ് ലീനിയർ ഓർ നോട്ട്? എല്ലാവർക്കും അറിയില്ലേ ഇതെന്താണ്? ദിസ് ഇസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബിക്കോസ് യു നോ എവറി ടേം d cube d raised to 4 by y by dt raised to 4 ആവട്ടെ, d cube y by dt cube ആവട്ടെ, d square y by dt square, every term has its power given by 1. Correct? Okay, every term has its power given by 1. Nowhere you are multiplying it with y. ഒരിക്കലും ഈ ടേംസ് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓൾസോ ഇനിയിപ്പം ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കാം. ഇപ്പം സപ്പോസ് ഇഫ് ഐ പുട്ട് x cube here, is it linear? Is it linear? Yeah. Okay, so all of you are following the class, I think. എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Okay, so this is also actually a linear differential equation. കാരണം നമ്മൾ ലീനിയാരിറ്റിയുടെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഈ ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത ടേംസ് ഏതൊക്കെയാണ്? വൈയുടെ ഡെറിവേറ്റീവ് ടേംസ് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. ഐ ഷുഡ് നോട്ട് മൾട്ടിപ്ലൈ ഹിയർ വിത്ത് ഡി വൈ ബൈ ഡി എക്സ് ഓർ ഡി വൈ ബൈ ഡി ടി ഓർ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ, അതൊന്നും പാടില്ല. വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. എക്സ് കൊണ്ടും അല്ലെങ്കിൽ എക്സിന്റെ പവറുള്ള ഫംഗ്ഷൻ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ എക്സ് ക്യൂബ് വന്നാലും ഇത് ലീനിയർ തന്നെയാണ്. ബട്ട് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ക്ലാസ്സിൽ പെടുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ക്ലാസ്സിൽ പെടുത്തണമെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം ഇതിന്റെ സൊല്യൂഷൻസ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ക്ലാസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവുക ലീനിയർ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ഹയർ ഓർഡർ. ഹയർ ഓർഡർ എന്ന് പറഞ്ഞാൽ മേ ബി 3, അതിൽ കൂടുതലൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഡി ക്യൂബിൽ കൂടുതലും ചോദിക്കില്ല. കൂടുതലും ഡി സ്ക്വയർ സെക്കൻഡ് ഓർഡറും കൂടുതലും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ പല ടൈപ്പിൽ വരുന്നത് ആണ് നമ്മൾ കൂടുതൽ പഠിക്കുക. കാരണം ഇതിന്റെ കൂടെ ഇവിടെ എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ നോൺ ലീനിയർ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പ്രാക്ടിക്കലി വെരി ഡിഫിക്കൽട്ട് ടു സോൾവ് ഇറ്റ്. നോൺ ലീനിയർ ആയി കഴിഞ്ഞാൽ ഇതിൽ തന്നെ നോൺ ലീനിയർ ആയി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് സെക്കൻഡ് ഓർഡറിലോ ഫസ്റ്റ് ഓർഡറിലോ തന്നെ നോൺ ലീനിയർ ആയി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഈ ഹയർ ഓർഡർ സിസ്റ്റംസ് വന്നു കഴിഞ്ഞാൽ അവിടെ നോൺ ലീനിയർ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈവൻ മോർ ഡിഫിക്കൽട്ട്. ആരൊക്കെയോ കൈ ഉയർത്തുന്നുണ്ട്? രാഹുൽ, വിജയൻ, ദൃശ്യ, നിശാന്ത്, ആക്സിഡന്റലി ആണോ? യു ഹാവ് റേസ്ഡ് യുവർ ഹാൻഡ്സ്. ഡൗട്ട്സ് ഉണ്ടോ? യെസ് സർ. ഇതിലിപ്പോ എല്ലാത്തിലും ഡിഗ്രി 1 ആയിരിക്കണം അങ്ങനെ ഉണ്ടോ? ഒരു എക്സാമ്പിൾ മാത്രമാണോ സാർ? ഇപ്പൊ എല്ലാത്തിലും ഡി റേസ് ടു 4 വൈ ബൈ ഡി ടി റേസ് ടു 4 അതിലെല്ലാം റേസ് ടു 1 എന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അത് നിർബന്ധമായിട്ടും ആയിരിക്കണം, എന്നാലേ ലീനിയർ ആവുള്ളൂ. അത് നമ്മൾ ലീനിയർ ആവണം നമുക്ക്. ഓക്കെ, അതിന്റെ ഡിഗ്രി 1 തന്നെ ആയിരിക്കണം. അത് 2 ആയി കഴിഞ്ഞാൽ പിന്നെ നോൺ ലീനിയർ ആയി അല്ലെ? അത് 2 ആവാൻ പാടില്ല. 2 ആയി കഴിഞ്ഞാൽ നോൺ ലീനിയർ ആയി. അപ്പൊ ഡിഗ്രി 1 തന്നെ പറ്റുള്ളൂ. അതല്ലാതെ 2ഓ അല്ലെങ്കിൽ ഫ്രാക്ഷനോ ഒന്നും വരാൻ പാടില്ല. 1 തന്നെ വരണം ഡിഗ്രി എല്ലാ ടേമിന്റെയും. എന്നാൽ മാത്രമാണ് ലീനിയർ ആവുള്ളൂ. ഐ മീൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എല്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിസ്റ്റം പോലെ ഉണ്ടാവും. പക്ഷെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ലീനിയർ ആണെങ്കിൽ മാത്രമാണ് ഇറ്റ്സ് ഗോയിങ് ടു ബി easy to solve. Otherwise, it's going to be very difficult. Okay. So, all of you understood the basic ideas of this thing. ഇനി നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഈ സ്ലൈഡ് നിങ്ങൾക്കൊന്ന് കോപ്പി ചെയ്തെടുക്കണമെങ്കിൽ കോപ്പി ചെയ്തോളൂ. എന്നിട്ട് ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഐ ഹാവ് സംതിങ് എൽസ് ടു സേ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ
കോൺസ്റ്റൻസ് കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഓക്കെ, റൈറ്റ്. വെദർ വി ക്യാൻ ഗെറ്റ് സ്ലൈഡ്സ് PDF? യെസ്, സ്ലൈഡ് PDF ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ കിട്ടും. നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഇപ്പം എടുക്കണമെന്നില്ല. അപ്പം നമുക്ക് ക്ലാസ് പുഷ് ചെയ്യാം കുറച്ചും കൂടി സ്പീഡിൽ വേണമെങ്കിൽ. ഇതിന്റെ സ്ലൈഡ്സിന്റെ PDF കിട്ടും. ഞാൻ ആകെ മാച്ചു പോകുന്ന കാര്യങ്ങൾ മാത്രമാണ്, ഇവിടെ തന്നെ മായ്ക്കുന്നത് മാത്രമാണ് മിസ്സാവുള്ളൂ, ബാക്കിയെല്ലാം കിട്ടും. ഓക്കെ, റൈറ്റ്. സോ നമുക്കിനി അടുത്തത് എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുക നോക്കാം. അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്ന ടേം എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ക്യാൻ ഐ മൂവ് ഫോർവേഡ് നൗ? സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് എ സിമ്പിൾ ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ. എങ്ങനെയാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഐ വോണ്ട് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ സിംപ്ലസ്റ്റ് പോസിബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലെറ്റ് us say dy by dx equal to y ആണെന്ന് വിചാരിക്കാം. dy by dx equal to y ആണെന്ന് വെച്ചാൽ how do you solve it? Okay, this is actually നമ്മൾ ഇതിനെ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയുക. അങ്ങനെ അതിന്റെ ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ കണ്ടെത്താം. ഓക്കെ, അതിനേക്കാൾ മുന്നേ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഇതിന് ആൻസർ പറയാൻ പറ്റും. വാട്ട് ഈസ് ഗോയിങ് ടു ബി y? വൈയുടെ ഡെറിവേറ്റീവ് y തന്നെ വരുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം, അല്ലെ? വൈയുടെ ഡെറിവേറ്റീവ് y തന്നെ വരണം എന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കണം ഫംഗ്ഷൻ? What should be the function? Y യുടെ ഡെറിവേറ്റീവ് y തന്നെ വരുന്നു. ഡെറിവേറ്റീവ് ഓഫ് y it's y itself. It should be an exponential function, right? അപ്പൊ ഇതിന്റെ ആൻസർ സിമ്പിൾ ആണ്. ഇറ്റ് ഇസ് e raised to x. കാരണം നിങ്ങൾക്ക് അറിയാം e raised to x y വന്നു കഴിഞ്ഞാൽ you know dy by dx is y itself, or that is e raised to x itself. Okay, yeah, ഇതാണ് e raised to x നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ സൊല്യൂഷനിൽ ഏറ്റവും അധികം, പ്രത്യേകിച്ച് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിൽ ഇത്രയും അധികം വരാൻ കാരണം e to the power x എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e to the power x തന്നെയാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ഒരു മെത്തഡോളജിക്കലി കണ്ടെത്താം. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഈ വേരിയബിൾസിനെ ഗ്രൂപ്പ് ചെയ്യണം രണ്ട് സൈഡിലേക്ക്. അപ്പോൾ ഇഫ് ഐ ടേക്ക് y to the denominator or left side, this becomes dy divided by y, and dx if I take to the right side, it becomes dx, right? Now I can integrate both sides with a constant added to this, right? ശരിയല്ലേ? dy by y, 1 by y യുടെ ഇന്റഗ്രൽ എല്ലാവർക്കും അറിയാം, it is log of y, right? ഇന്റഗ്രൽ dx എന്താണ് എല്ലാവർക്കും അറിയാം, it is x plus constant c. Okay, now you can find the solution as y യുടെ ടേംസിലാണ് നമുക്ക് what is y എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. Okay, what is y എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. So if you take both sides to the e to the power log y equal to e to the power x plus c, അങ്ങനെ എഴുതി കൂടെ, e to the power log y will be equal to e to the power x plus c. Okay, what is e to the power log y? e to the power log y എല്ലാവർക്കും അറിയാം, that is nothing but y. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. Now I can write e to the power x plus c എന്ന് പറഞ്ഞാൽ it is e to the power x into e to the power c. So e to the power c is a new constant, so I'll put it as c1 into e to the power x എന്ന് എഴുതാം. Okay, so this is going to be the general solution of this particular differential equation. This is going to be the general solution of this differential. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയ സൊല്യൂഷൻ, ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ. കാരണം ഇവിടെ c1 equal to 1 എടുത്തു എന്നുള്ളൂ. അപ്പൊ ഈ c1 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, ജനറൽ സൊല്യൂഷൻ ഇതാണ്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് c1? അതിനാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ലെറ്റ് us say ഒരു കേസ് ഞാൻ എടുക്കും. ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, വിത്ത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ലെറ്റ് us k ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇതിന്റെ ഒരു മെയിൻ പൊസിഷൻ ഇതാണ്. ഈ പൊസിഷൻ ഞാൻ ലെറ്റ് us say this is y is equal to 0 പൊസിഷൻ. ഇവിടുന്ന് താഴേക്ക് y is equal to പോസിറ്റീവ് വാല്യൂസ്, ഇവിടുന്ന് മുകളിലേക്ക് y is equal to നെഗറ്റീവ് വാല്യൂസ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ആൻഡ് ഇഫ് ഐ കണക്ട് എ മാസ് and if I apply another force here, okay, മാസ് മൂലം ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഈ സ്പ്രിംഗിൽ ഓൾറെഡി ഉണ്ടാവും. അത് സപ്പോസ് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ഒരു അഡീഷണൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഈ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫോഴ്സ് താഴേക്ക് അപ്ലൈ ചെയ്യുന്നു, റൈറ്റ്?
ഈ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാവില്ലേ സ്പ്രിങ്ങില്, ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാവും. ആ ഫോഴ്സ് എത്രയായിരിക്കും? കെ ടൈംസ് വൈ ആയിരിക്കും. കാരണം കെ ടൈംസ് വൈ. കാരണം ഫോഴ്സ് എപ്പോഴും സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഡയറക്ഷനിലാണ് വരിക. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫോഴ്സ് വരിക. അപ്പൊ ഇവിടേക്കുള്ള ഫോഴ്സ് എഫ്, മുകളിലേക്കുള്ള ഫോഴ്സ് വൈ. അപ്പൊ ഐ ക്യാൻ റൈറ്റ് നെറ്റ് ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ഓൺ ദിസ് മാസ് എഫ് മൈനസ് കെ വൈ. കറക്റ്റ്? ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ശരിയല്ലേ? ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. കറക്റ്റ്? Acceleration I can write it as d square by dt square. So I have a differential equation here, right? ഇത് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാലും എനിക്ക് ഇതേ ടൈപ്പ് സൊല്യൂഷൻസ് ആണ് വരിക. അപ്പൊ നാച്ചുറലി ഈ C1 എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ് എന്നുള്ള സാധനം അറിയണം. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്ന മൊമെന്റില് ഇസ് ഇറ്റ് ഗോയിങ് ടു ബി അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഓർ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. അപ്പൊ അതിനൊരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടാവും. ആ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ, നമ്മൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് C1. ഇപ്പൊ ഈ പ്രോബ്ലത്തില് ഇഫ് ഐ എം സെയിങ് y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ അല്ലെങ്കിൽ x ഈക്വൽ ടു 0 വൈയുടെ വാല്യൂ 1 ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? x ഈക്വൽ ടു 0 വൈയുടെ വാല്യൂ 1 ആണ്. സോ y ഓഫ് 0 ഈക്വൽ ടു 1 ഇംപ്ലൈസ് C1 ഇൻറ്റു e to the power 0, x equal to 0 കൊടുക്കുന്ന സമയത്ത് that value is actually 1. കറക്റ്റ്? അതിൽ നിന്ന് നമുക്ക് C1 into e to the power 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് C1 വാല്യൂ എന്ത് എഴുതും? 1 എന്ന് എഴുതാൻ പറ്റും. This is how you complete the solution by applying initial conditions. ഓക്കെ, അതിന്റെ റെലവൻസ് എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ ഇത് സ്പ്രിംഗ് മാസ് സിസ്റ്റം പകരം നമ്മളിപ്പോ സപ്പോസ് ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ പ്രോബ്ലം ആണെങ്കിൽ ഈ കപ്പാസിറ്ററിൽ ഇനീഷ്യലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജിന്റെ അളവ് അല്ലെങ്കിൽ ഇനീഷ്യലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വോൾട്ടേജ്, ദാറ്റ് വോൾട്ടേജ് വിൽ ഡിസൈഡ് ദ ടോട്ടൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും? ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. കാരണം ഇറ്റ് കുഡ് സ്റ്റാർട്ട് ഫ്രം എനിവർ. ഈ സ്പ്രിംഗ് എവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാലോ. അതേപോലെ ഈ കപ്പാസിറ്റർ ക്യാൻ സ്റ്റാർട്ട് ചാർജിങ് ഫ്രം എനി പോയിന്റ്, റൈറ്റ്? ഓൾറെഡി ഇറ്റ് ഇസ് ചാർജ്ഡ് ഓർ നോട്ട് ഇസ് ഡിസൈഡഡ് ബൈ ദ ബൗണ്ടറി കണ്ടീഷൻ ഓർ ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പൊ ഈ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? കോൺസെപ്ച്വലി കാര്യങ്ങൾ മനസ്സിലായോ? ഇതിന്റെ വാട്ട് ഈസ് ദ റിക്വയർമെന്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ്? എന്തുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിൽ ഓൾവേസ് യു വിൽ സി എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ്? അതിന്റെ റീസണും ഇതാണ്, ബിക്കോസ് ഡെറിവേറ്റീവ് ഗിവ്സ് ദ same function. Because derivative gives the same function. Okay, right? So can I move forward? Yeah, doubt ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെല്ലാം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ it is also known as boundary condition. Is it? Yeah, it is also known as boundary conditions. ഓക്കെ, രണ്ടും സെയിം തന്നെ. പ്രോബ്ലം ബേസ് ചെയ്തിട്ട് നമ്മൾ മാറ്റി മാറ്റി പറയാറുണ്ട് മാത്രം. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും വേവ് ഇക്വേഷൻസിൽ ഒക്കെയാണ് കൂടുതൽ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ പറയാം. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയാണ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്കുള്ള why is it called variable separable method? ഇത് ആക്ച്വലി ഈ ബൗണ്ടറി കണ്ടീഷനുമായിട്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷനുമായിട്ട് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിന് പ്രത്യേകിച്ച് ബന്ധമില്ല. വേരിയബിൾ സെപ്പറബിൾ ഇസ് എ മെത്തേഡ്, ഐ മീൻ ഇറ്റ് ഈസ് എ ക്ലാസ് ഓഫ് ഇക്വേഷൻസ്. വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലാസ് ഓഫ്, ഫോർ എക്സാമ്പിൾ ഐ ഗിവ് യു അനദർ ഇക്വേഷൻ. ഓക്കെ, സപ്പോസ് dy by dx ഈക്വൽ ടു x into y ആണെന്ന് ചോദിച്ചു. dy by dx ഈക്വൽ ടു x into y ആണ്. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ എക്സിനെ മുഴുവൻ ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് ചെയ്യാം, വൈനെ മുഴുവൻ ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് ചെയ്യാം. വിൽ വി ഗെറ്റ് ദ റെക്കോർഡഡ് ക്ലാസ് ഇൻ വാട്സ്ആപ്പ്? നോ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കിട്ടില്ല. റെക്കോർഡഡ് ക്ലാസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കിട്ടാൻ പറ്റില്ല. റെക്കോർഡഡ് ക്ലാസ് വിൽ ബി ആക്സസ്ഡ്, വിൽ ബി അവൈലബിൾ ഓൺലി ഇൻ അവർ പോർട്ടൽ വിച്ച് ഇസ് gatecoaching.live. അത് നിങ്ങൾ അവിടെ ലോഗിൻ ഉണ്ടാവും. നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമാണ് അത് ആക്സസിബിൾ ഉള്ളൂ.
ആ ലോഗിനിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് OTP ഇൻ മൊബൈൽ. ആ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കാണാം. എനി നമ്പർ ഓഫ് ടൈംസ്, എത്ര വേണമെങ്കിലും കാണാം അണ്ടിൽ ദ കോഴ്സ് എൻഡ്സ്. ഓക്കെ, നിങ്ങളുടെ എക്സാം വരെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. എക്സാം കഴിഞ്ഞാലാണ് പിന്നെ അതിൽ ആക്സസ് ഇല്ലാണ്ടിരിക്കുള്ളൂ. ഓക്കെ, സോ വാട്സപ്പ് ഗ്രൂപ്പിൽ റെക്കോർഡഡ് ക്ലാസ് കിട്ടില്ല. യു ഹാവ് ടു get it from gatecoaching.live website. Okay, so dy by dx is actually equal to x into y, right? ഇതിൽ ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, I can actually separate out the variables and group it into two sides. എനിക്കറിയാം dy by y equal to dx into x എന്ന് എഴുതാൻ പറ്റും. കറക്റ്റ്? ഇനി ഞാൻ വേറൊരു ഇക്വേഷൻ എടുക്കുകയാണ്. സപ്പോസ് ഐ ടേക്ക് dy by dx equal to, suppose it is x square plus y square by xy ആണെന്ന് വെച്ചോളൂ. ഇവിടെ നിങ്ങൾക്ക് is it possible for you to separate y terms into one side and x terms into one side? അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇതില്? Is it possible? Directly you cannot do that. ഒരു മെത്തേഡ് ഉണ്ട് അങ്ങനെ കൺവേർട്ട് ചെയ്യാം. വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ബട്ട് ആക്ച്വലി ഡയറക്ട്ലി യു കനോട്ട് സെപ്പറേറ്റ്. അതാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. വേരിയബിൾ സെപ്പറബിൾ, ദ വേർഡ് മീൻസ് യു ക്യാൻ ആക്ച്വലി ഗ്രൂപ്പ് ഔട്ട് one particular variable to one side of the equation and another particular variable to another side of the equation. അങ്ങനെയാണെങ്കിൽ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം? വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ യു ജസ്റ്റ് നീഡ് ടു ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. പിന്നെ നിങ്ങൾ ഇന്റഗ്രേഷൻ അറിഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഇന്റഗ്രേഷൻ മാത്രമാണ് അറിയേണ്ട ആവശ്യമുള്ളൂ. ഇന്റഗ്രേഷൻ അറിയുകയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാം. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്തിട്ടാണ് പിന്നെ അതിന്റെ സൊല്യൂഷനിൽ എത്താൻ പറ്റുള്ളൂ. Okay, so variable separable formula വേറെ ഒരു equation maybe dy by dx plus 2x equal to, let us say, 3. നിങ്ങൾക്ക് ഇത് ആക്ച്വലി വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. കാരണം എന്താണ്? dy by dx I can write it as that is 3 minus 2x. ശരിയല്ലേ? And dy can be written as 3 minus 2x into dx. So now the variables are separated. I can easily integrate both sides. Okay, so this is the meaning of the term variable separable form of differential equations. I think it's clear now, right?